സ്വന്തം വസ്തുവും കിടപ്പാടവും പണയം വെച്ച് ഉദ്യോഗാർത്ഥിയായ തൻ്റെ മകനു വേണ്ടി വിസയ്ക്ക് പണം നൽകിയ ഒരു പിതാവ്, ആ പിതാവിന് എന്താണ് സംഭവിച്ചത്? ഒരു അന്വേഷണത്തിലേക്ക്. അഫ്സൽ എന്ന ആളിൻ്റെ കയ്യിൽ വിസയ്ക്ക് വേണ്ടി മകൻ്റെ ജോലിക്കാര്യത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു. അതിന് ശേഷം എന്താണ് സംഭവിച്ചത്? അതിനുശേഷം പിന്നെ പേപ്പർ ശരിയായോ നമ്മൾ ചോദിക്കുമായിരുന്നു. അപ്പോഴും പറഞ്ഞ് ഉടനെ ആവും എന്നാണ് അണ്ണനോട് ഇങ്ങനെ പറഞ്ഞു. അണ്ണ ഉടനെ ആവും, പിന്നെ പേപ്പറിനൊന്നും തടസ്സങ്ങളൊന്നുമില്ല, പെട്ടെന്ന് പോകാം, 10 ദിവസത്തിനകം പോവാം, 5 ദിവസത്തിനകം പോവാം എന്ന് നമ്മളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അങ്ങ് കുറച്ച് ദിവസങ്ങൾ പോയപ്പോൾ നമുക്ക് തോന്നി ഇവ പറ്റിക്കുകയാണോ ഇല്ലേ എന്നുള്ളൊരു സംശയമായി. അപ്പോഴും അണ്ണൻ പറയുന്നത് അവ അങ്ങനെ ആരെയും പറ്റിക്കുന്നതിനൊന്നുമല്ല, നല്ല ഇതാണ്, വേറെ നമ്മുടെ പൈസയൊന്നും അങ്ങനെ പറ്റിക്കൂല, വിസ നമുക്ക് എന്തായാലും അവ തരും എന്നുള്ള വിശ്വാസം അണ്ണനിൽ വലുതായിട്ട് അണ്ണൻ അങ്ങ് ജനിപ്പിച്ച് വെച്ചിരുന്നു. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ആ പുള്ളിയെ. അങ്ങനെ വിശ്വസിച്ച് കൊന്നതാണ്. കാരണം എന്ന് വെച്ചാൽ പിന്നീട് അങ്ങ് ഒരുപാട് ദിവസങ്ങൾ നീണ്ടു പോയപ്പോൾ ഞാൻ പറഞ്ഞു, അണ്ണാ ഈ അഫ്സൽ ആരാണെന്ന് നമുക്കൊന്ന് തിരക്കണമല്ലോ, ആരണ്ണ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ പറഞ്ഞ് അത് നിനക്കറിഞ്ഞൂടെ അഫ്സൽ, വേറെ കുഴപ്പമൊന്നുമില്ല ആള് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഞാൻ അണ്ണ അറിയാതെ തന്നെ അഫ്സലിൻ്റെ വീട് എവിടെയാണെന്നുള്ളത് തിരക്കി. ചിങ്ങേലി അപ്പുറം പന്തളമുക്കെന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ പോയി ഒരു ദിവസം. ചിങ്ങേലി ഇറങ്ങിയപ്പോൾ തന്നെ ഈ അഫ്സലിൻ്റെ വീട് എവിടെയും തിരക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു, നിങ്ങളെ എത്ര പറ്റിച്ചു, നീ എത്ര കൊടുത്തു വച്ചേ, ഒരു കൂട്ടർ കരഞ്ഞു വിളിച്ച് പോയതാണല്ലോ കുറച്ച് പറ്റിച്ചിട്ട്, അപ്പം നിൻ്റെ നിന്ന് എത്ര പറ്റിച്ചു എന്നാണ് ആൾക്കാർ ചോദിച്ചത്. നിങ്ങളെ പൈസ പോയത് തന്നെ കൊച്ചു നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഞ്ഞുണ്ട്. പിന്നെ കൊച്ചുണ്ടല്ലോ, കൊച്ചിനെയും കൂടെ കൊണ്ടുപോയി അതിനെയും കൂടെ അപായപ്പെടുത്തിയതായിരുന്നല്ലോ എന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് എനിക്ക് അറിയാൻ പറ്റിയത്. പിന്നെ ഞാൻ തിരിച്ച് വന്ന് ഞാൻ അണ്ണനോട് വിവരങ്ങൾ ധരിപ്പിച്ച്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, അണ്ണാ നമുക്ക് കേസ് കൊടുക്കണമല്ലോ എന്ന്. എന്നിട്ടും പുള്ളിക്കാരൻ വിശ്വസിച്ചിരുന്നു, അയ്യോ അവ അങ്ങനെ പറ്റിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ് അണ്ണനിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് പിന്നെ ഞാൻ ഇവിടുന്ന് ചേട്ടനെ വിളിച്ചുകൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോവുകയും അവിടെ ചെന്ന് കാര്യങ്ങൾ ബോധിപ്പിച്ചപ്പോൾ അവർ ചോദിച്ചത് തെളിവുണ്ടോ എന്നാണ് ചോദ്യം. എത്ര രൂപയാണ് കൊടുത്തത്? 1.25 ലക്ഷം രൂപ 2 ഘട്ടങ്ങളിലായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് രേഖകളൊന്നുമില്ല. അതൊക്കെ കള്ളൻ അത്ര നമ്മളെ പറ്റിച്ച് വാങ്ങിക്കണേന്ന്, കയ്യിൽ കൊടുത്താൽ മതിയെന്നും ഒരു രേഖയും അവന് വരാതിരിക്കത്തക്ക രീതി അവൻ ശ്രദ്ധിച്ചു. അത്രയ്ക്ക് നമ്മളെ മണ്ടത്തരം തന്നെയാണ്. നമുക്ക് പൈസ കയ്യിലില്ലായിരുന്നു. നമ്മുടെ ആകെ കൂടി 5 സെൻറ്റും കിടക്കാടം ഉള്ളത് സഹകരണ ബാങ്കിൽ വെച്ചാണ് നമ്മൾ ഈ പൈസ കൊടുക്കുന്നത്. എൻ്റെ ഭർത്താവിന് പറ്റിയെന്ന് പറഞ്ഞാൽ വിശ്വാസം, ആ ആളിന്മേലുണ്ടായിരുന്ന അഫ്സൽ എന്ന അവനിലുണ്ടായിരുന്ന ഒരു വിശ്വാസമായിരുന്നു. ആ വിശ്വാസമാണ് ഇന്ന് ഇങ്ങനെ ആക്കിയത്, ഞങ്ങളെ കുടുംബത്തെ ഇങ്ങനെ വിഷമിപ്പിച്ച്. അല്ലാതെ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല ആ മനുഷ്യൻ ഒരിക്കലും. മനം പൊട്ടി മനവേദന കൊണ്ട് ദുഃഖപ്പെട്ട് ചെയ്തതാ. അവൻ്റെ ഭാര്യയെ ഞാൻ വിളിച്ചപ്പം പൈസ വാങ്ങിയതിന് തെളിവുണ്ടോ എന്നാണ് ചോദ്യം. അവൾക്കറിയാം തെളിവില്ലാന്ന്. ഞാൻ പറഞ്ഞു, നീ കാറിലിരിക്കവേ അല്ലേടി എൻ്റെ അണ്ണൻ പൈസ നിനക്ക് തരുന്ന അവിടെ നിൻ്റെ അഫ്സലിനെ കൊടുക്കുന്നത്. അപ്പോൾ പറയാൻ അത് വേറെ പെണ്ണുങ്ങളാ കാറിലിരിക്കുന്നേ, ഞാനൊന്നുമല്ല, പിന്നെ ഞാനാണ് ഇരുന്നെങ്കിൽ ഫോട്ടോയോ തെളിവോ വല്ല ഉണ്ടെങ്കിൽ കൊണ്ടുപോകാന്ന് എന്നാണ് അഫ്സലിൻ്റെ ഭാര്യ. അവളും അവന് പഠിച്ച കള്ളി തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയുമോ? ഒരു പക്ഷേ അഫ്സലിന് പറയാമായിരുന്നു, അണ്ണനെ ബ്ലോക്ക് ചെയ്യാതെ അണ്ണ ഞാൻ പൈസ തരാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ മനുഷ്യൻ ഇന്നും എൻ്റെ കൂടെ കണ്ടേനെ. അഫ്സൽ ഇപ്പോൾ ദുബൈയിൽ ഗൾഫിലാണെന്നുള്ളത്, വാങ്ങി ദുബൈയിൽ പോയി. ഞങ്ങളെ പൈസയും വാങ്ങി അവൻ മുങ്ങി. ഇത് ഞങ്ങളെന്നല്ല, ഇവന് ഈ സ്ഥിര പരിപാടി ഇത് തന്നെയാണ്, തട്ടിപ്പ് വീരനാണ്. അണ്ണനെ സംബന്ധിച്ച് ഒരു ഒച്ചപ്പാടുണ്ടാക്കാത്ത ഒരു മനുഷ്യനാണ്, ആരെ ഒന്നും പറയില്ല, സാധുവാണ്, പറ്റിക്ക് എളുപ്പമുള്ള ആളാണ്. സംഭവ ദിവസം എന്താണ് നടന്നത്? സംഭവ ദിവസം രാവിലെ ഞാൻ ഭക്ഷണം രാവിലെ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിച്ച് പിന്നെ 10 മണിയാവും. അണ്ണൻ തിരിച്ച് എന്നോട് പറഞ്ഞ് കേസിന് കൊടുത്ത റെസിപ്റ്റ്, നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ഒരു റെസിപ്റ്റ് തരും, ഒരു റെസിപ്റ്റ് എടുക്കണം, ഒരു ഫോൺ നമ്പർ എടുത്ത് ആരെ വിളിക്കണമെന്ന് പറഞ്ഞ് പോയി. പിന്നെ എന്നെ വിളിക്കുന്ന 12:30-ക്കാണ്. നീ എപ്പോൾ വരും എന്നുള്ളൊരു ചോദ്യം. നീ എപ്പോൾ വരും വിധിയെന്ന് പറഞ്ഞ് ഒന്ന് വിളിച്ച്. ഞാൻ ചോദിച്ചു, എന്താണ് ആ കേസിന് എന്തെങ്കിലും പോയാൽ വല്ല തെളിവുണ്ടോ എന്നാണ് ചോദിച്ചത്. ഒന്നുമില്ല, നീ നേരത്തെ വരുമോ എന്ന് മാത്രമേ ചോദിച്ചു. ഞാൻ അതുപോലെ വരുന്ന സമയത്തിനാണ് വന്നത്. അപ്പോഴാണ് ഇങ്ങനകത്ത് തൂങ്ങി നിൽക്കുന്നത് കാണുന്നത്, ഞാൻ ആദ്യം കാണുന്നത്. അന്ന് ഉച്ചയ്ക്കും അഫ്സലിനെ വിളിച്ചിട്ടുണ്ട് അണ്ണായി. അഫ്സലിന്റെ കൂട്ടുകാരനെ വിളിച്ചപ്പോഴും അഫ്സൽ ഫോൺ എടുത്തില്ല. അപ്പോഴും അഫ്സലിന്റെ ഫോൺ ബ്ലോക്കാണ്, എടുക്കാതെ ഇരുന്നതാണ് മരണകാരണം. ആ എഴുത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ജീവിക്കൂ അഫ്സലെ ഉണ്ണി എന്ന് എഴുതിയിരിക്കുന്നു. ബാക്കിയൊന്നും നമുക്കത് കുറച്ച് വാക്കുകൾ നമുക്ക് അറിയുന്നില്ല. പക്ഷേ ഇതാണ് ആ എഴുതിയിരിക്കുന്ന പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അന്ന് ശരിക്കുള്ള അക്ഷരങ്ങൾ കൂട്ടി ചേർത്ത് എഴുതിയിട്ടില്ല.
എഴുതാൻ അറിയുന്ന ഒരു മനുഷ്യനാണ്, എഴുതാനും വായിക്കാനും എല്ലാം അറിയാം. പക്ഷെ അന്നേരം ആ മനോവിഷമം കയറിയിട്ടാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അദ്ദേഹത്തിന് സ്വപ്നമായിരുന്നു കുഞ്ഞു പോയി രക്ഷപ്പെടുക എന്നത്. അതിലാണ് ആ ഒരു സ്വപ്നം കൊണ്ടാണ് ഈ ചാടി വേലയെല്ലാം ചെയ്തത്. ഗോകുലിന് വേണ്ടിയാണ് വിസാക്ക് അച്ഛൻ അഫ്സലിന്റെ കയ്യിൽ പൈസ കൊടുക്കുന്നത്. അതെ, ഗോകുൽ ഇത് അറിഞ്ഞിരുന്നു. അതെ അറിഞ്ഞിരുന്നു. എന്താണ് പിന്നെ അതിന് പിന്നിൽ പിന്നീട് നടന്ന സംഭവങ്ങൾ? ഒരു 3 മാസം മുമ്പാണ് അച്ഛനിങ്ങനെ വീട്ടിലൊന്ന് അവതരിപ്പിച്ചത്. കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനൊരു വിസയുടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു അടുത്ത കൂട്ടുകാരനാണ്, അച്ഛന് ചെറുതിലോട്ട് അറിയാവുന്ന ഒരാളാണ്, അഫ്സൽ എന്നൊക്കെയാണ് പേര്. പുള്ളി കടയ്ക്കൽ ആ ഭാഗത്താണ് താമസിക്കുന്നത് എന്നൊക്കെ വീട്ടിൽ പറഞ്ഞായിരുന്നു. എന്നിട്ട് പറഞ്ഞ് പുള്ളി അവിടെ ബാങ്കിലെന്തോ വർക്ക് ചെയ്യുകയാണ് ദുബായിൽ. അപ്പോൾ അവിടെ പരിചയക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ 3-4 എൻ്റെ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് അയച്ചു കൊടുത്ത്, സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 3-4 കൊടുക്കും. അതിൻ്റെ ഇതായിട്ട് നമുക്കൊരു വിസ ഒരു ട്രാവൽ വിസ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരു ഇത് എന്താണ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ 1-2 അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ജോലിയൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചിലവുണ്ട്, കാര്യങ്ങളുണ്ട്. ഒരു 1.25 ലക്ഷം രൂപയോളം ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രതീക്ഷയായിരുന്നു. അതെ, പ്രതീക്ഷയായിരുന്നു. കാരണം അച്ഛൻ അത്രയും ഉറപ്പായിരുന്നു പുള്ളീനെ. അത്രയും അറിയാവുന്ന ഒരാളാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, എല്ലാവർക്കും അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേറൊന്നും തിരക്കിയില്ല. അപ്പോൾ അച്ഛൻ്റെ വിശ്വാസം ഗോകുലിനും അത് പര്യാപ്തമാണെന്ന് തോന്നി. അതെ, പിന്നെ വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു. അതിനുശേഷം വിസ കിട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുന്നു. അപ്പോൾ അച്ഛൻ എന്തെങ്കിലും പിന്നെ താങ്കളോട് പറഞ്ഞിരുന്നോ? അച്ഛന് കിട്ടില്ല എന്ന് നമുക്കൊരു ഇത് ഉറപ്പായപ്പോഴും അച്ഛന് വലിയ വിശ്വാസമായിരുന്നു പുള്ളിയിൽ. അങ്ങനെ ചതിക്കുന്ന ഒരാളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കും ഒരു ഇതായി. അപ്പോഴാണ് അമ്മ ഒരു ദിവസം പോയി ആ സ്ഥലങ്ങളിലെല്ലാം ഒന്ന് തിരക്കി. അമ്മയുടെ യഥാർത്ഥത്തിൽ അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് മനസ്സുകൊണ്ട് എടുത്തു കഴിഞ്ഞു. അതെ, തയ്യാറെടുപ്പെല്ലാം എടുത്ത് 5 ദിവസമാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. പണം കൊടുത്തതിന് ശേഷം 5 ദിവസത്തേക്ക് ഒരാഴ്ചക്കകത്ത് 5 വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ ഒരാഴ്ചക്കകത്ത് എല്ലാം റെഡിയാവും. പുള്ളിയോടെ തന്നെ പോകാമെന്നാണ് പുള്ളി പറഞ്ഞത്. ഈ വിസയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രേഖകളൊക്കെ നിങ്ങൾക്ക് തന്നിരുന്നോ? ഒരു ട്രാവൽ വിസ, അവിടുത്തെ ഒരു ട്രാവൽ വിസ പുള്ളി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമേ ഉള്ളായിരുന്നു. പുള്ളിയോടെ തന്നെ കയറി പോവാം, പുള്ളിയോടെ തന്നെ ട്രാവൽ വിസയാണ് തന്നത്. ട്രാവൽ വിസയാണ് തന്നത്. പുള്ളിയോടെ തന്നെ കയറി പോവാം എന്നാണ് എല്ലാം പറഞ്ഞിരുന്നത്. അപ്പോഴാണ് പുള്ളി പറഞ്ഞത് അവിടെ ദുബായിൽ ഇപ്പോൾ വിസയ്ക്കൊരു ഇത് വന്നതുകൊണ്ട് പുള്ളി കയറിപ്പോയ ഉടനെ ശരിയാക്കി എല്ലാം റെഡിയാക്കി കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി പോയത്. വിസ കിട്ടാതെ വന്നപ്പോൾ ഗൂഗിള് അഫ്സലുമായിട്ട് സംസാരിച്ചിരുന്നു ഏതെങ്കിലും വിധത്തിൽ? ഇല്ല, വിസ കിട്ടാതെ വന്നപ്പോഴത്തേക്ക് അച്ഛൻ കുറേ പ്രാവശ്യം വിളിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഫോണിലും പുള്ളി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വിസ എടുക്കുന്നില്ല, അവിടെ ഇങ്ങനൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒരു ടൈം എടുക്കും, ഒന്നുകിൽ ഒരു ചിലപ്പോൾ ഈ ഒരു ടൈം നോമ്പിൻ്റെ ഒരു ടൈം കഴിയും എന്നുള്ള രീതിയിൽ. അപ്പോൾ അച്ഛൻ അപ്പോഴേ തിരിച്ച് വോയിസൊക്കെ അയച്ചു, അല്ല എന്നെ ഒന്ന് വിളിക്കണം, എനിക്ക് അതിനെക്കുറിച്ച് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് വോയിസും കാര്യങ്ങളൊക്കെ അയച്ചപ്പോൾ പിന്നെ തൊട്ട് റിപ്ലൈ ഒന്നും വിസയുടെ കോപ്പി അയച്ചു തരത്തില്ലല്ലോ. അതെ, അല്ല അതൊരു ട്രാവൽ വിസ മാത്രമാണ് അയച്ചു തന്നത്. അപ്പോൾ ജോബ് വിസ ആയിട്ടൊന്നും അയച്ചിട്ടില്ല. അവിടെ ചെന്നും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളും അത് വിശ്വസിച്ചു. വിസ തട്ടുവുമായി ബന്ധപ്പെട്ട് ഷാജികുമാറിൻ്റെ ജ്യേഷ്ഠൻ ഷിബുവിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. മോന് പോകാൻ വേണ്ടി ഇതേപോലെ ഒരു വിസ ശരിയാക്കുന്നുണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് കടയ്ക്കിലുള്ള ഒരു ആളാണ്. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്ക് എന്നെ കൂടെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ വിസ പൈസ കൊടുക്കുന്നതിന് മുമ്പ്. പക്ഷേ ഇവനുമായിട്ടുള്ള വിശ്വാസം വെച്ചുകൊണ്ട് എൻ്റെ അടുത്തത് പറഞ്ഞില്ല, പറയാതെയാണ് ഈ പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഇത് പൈസ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞ് 8 ദിവസത്തിനകത്ത് വെച്ച് മോനെ കൊണ്ടുപോകും, അവൻ്റെ കൂടെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ്. ഒരു 4 ദിവസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞ് ഇപ്പം വിളിച്ചിറക്കി എടുക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏകദേശം 1 മാസത്തോളം ആവും. എന്നിട്ട് ഇവൻ്റെ ഒരു വിവരമില്ലാതെ വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഇതേപോലെ പറഞ്ഞ് ഇതവൻ ചീറ്റിങ്ങാണ്, ഞാനിങ്ങനെ തിരക്കിയപ്പോഴത്തേക്ക് അവൻ ലോക ഫ്രോഡാണെന്നാണ് അറിയണത്, അതുകൊണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ അനിയനെയും ഈ അനിയത്തിയും കൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ തെളിവൊന്നും ഇല്ലല്ലോ പൈസ കൊടുത്തേണ്ടത്, അതുകൊണ്ട് നമുക്ക് കേസ് ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല, ഇവിടെ നമുക്ക് അവൻ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെയ്യാം എന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത്.